കട്ടപ്പന കൊലപാതക കേസിൽ നിതീഷ് കുറ്റം സമ്മതിച്ചിരിക്കുന്നു. NG വിജയനെ കൊലപ്പെടുത്തിയതിനും നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതിനും പ്രതിക്കെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ജെയിൻ എസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു താമസ വീടിന്റെ തറയടക്കം പൊളിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് അറസ്റ്റിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. സേതു, ഇപ്പോൾ ഈ നിതീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനമായും ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. 2 കൊലപാതകങ്ങൾ സംബന്ധിച്ച കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്ന് വിഷ്ണു, ഈ കേസിലെ കൂട്ടുപ്രതിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ അച്ഛൻ വിജയൻ, അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ മകളുടെ നവജാത ശിശു എന്നീ 2 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട കേസാണ് പുതുതായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇടുക്കി SP അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ നിതീഷിനെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ പുതിയ 2 കേസ് കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് പ്രതിയുമായി കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. നേരത്തെ മോഷണ കേസിലാണ് നിതീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇനിയിപ്പോൾ കോടതിയിൽ മടക്കി കൊടുത്ത് പുതിയ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. ഇനി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കുറെ കൂടി ദുരൂഹതകൾ മാറേണ്ടതുണ്ട്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആഭിചാരക്രിയകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊലപാതകങ്ങളുടെ മോട്ടീവ് എന്തായിരുന്നു, അല്ലെങ്കിൽ കാരണം എന്തായിരുന്നു എന്ന കാര്യം കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഇതിനു പുറമെ ഇയാളുടെ കൂട്ടുപ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ ഇയാളുടെ കൂട്ടാളിയായിട്ടുള്ള വിഷ്ണുവിന് ഈ കേസിൽ പങ്കുണ്ടോ, ആ വീട്ടിലുണ്ടായിരുന്ന 2 സ്ത്രീകൾ ഈ കൊലപാതകത്തെ ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇടുക്കി SP-യുടെ ഭാഗത്തുനിന്നൊരു വിശദീകരണം മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ മറ്റ് സംഭവങ്ങൾ എന്തൊക്കെയാണ് നടന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകും. ജെയിൻ, ഇന്നിപ്പോ കോടതിയിൽ ഈ പ്രതിയെ ആക്കിയ സമയത്ത് പോലീസ് പറഞ്ഞൊരു കാര്യം, നാളെ ഉച്ചവരെയെങ്കിലും ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട് കേസുമായി ബന്ധപ്പെട്ട്, നാളെ ഉച്ചവരെയെങ്കിലും കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് പറഞ്ഞത്. അതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലാണ് ഈ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ പ്രതി നടത്തിയിരിക്കുന്നതും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരിക്കും പോലീസ് നടപടി? കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനായിരിക്കുമോ പോലീസ് പോവുക? സേതു, ഈ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ ആദ്യ മണിക്കൂറുകൾ അല്ലെങ്കിൽ ആദ്യ മിനിറ്റുകളിലെ ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ പ്രതി പറഞ്ഞതനുസരിച്ച് ഈ മൃതദേഹം വീടിനുള്ളിൽ, അതായത് വിജയന്റെ മൃതദേഹം വീടിനുള്ളിൽ കുഴിച്ചിട്ടു എന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി പോലീസ് ഉടൻ തന്നെ ഈ വീടിലെ തറ പൊളിച്ച് പരിശോധന നടത്തും. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് തഹസിൽദാർ അടക്കമുള്ള റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഫോറൻസിക് സയന്റിഫിക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും കട്ടപ്പനയിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ മൃതദേഹം പുറത്തെടുത്തതിന് ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ആരംഭിക്കുക. എന്തായാലും ഈ 2 തെളിവെടുപ്പുകൾ അല്ലെങ്കിൽ ഈ 2 തെളിവുകൾ കൂടി കണ്ടെത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. ഇപ്പോൾ പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയാണ്. അതിനുശേഷം ഉടൻ തന്നെ ഈ പുതുതായി രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും ഇനി ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് അടക്കം കൊണ്ടുപോകുക. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഈ നിതീഷ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ കൃത്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് നിതീഷാണ്. നിതീഷ് ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ഒരാളാണ്. ആ ആഭിചാര ക്രിയയുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം മൊത്തം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾ ഈ നിതീഷിനെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് നിതീഷ് ഈ ആഭിചാര ക്രിയകളിലൂടെ തങ്ങളെ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. ഈ കുടുംബത്തിലെ മറ്റുള്ളവർ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തുന്നതിലടക്കം ഈ കൊല്ലപ്പെട്ട വിജയനടക്കമുള്ളവരുടെ പിന്തുണയും ഈ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ജെനി, നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതടക്കം 2 കേസുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ പോലീസ് ഈ വിഷയത്തിൽ ദുരൂഹത ഒരുപാട് നീങ്ങാനുണ്ട്. ഈ പ്രതികളുടെ മോട്ടീവ് അടക്കം എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലൊരു വിശദീകരണം ലഭ്യമാണോ? ഒരു
കട്ടപ്പന കൊലപാതക കേസിൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രതി നിതീഷ് കുറ്റം സമ്മതിച്ചിരിക്കുന്നു. NG വിജയനെ കൊലപ്പെടുത്തിയതിനും ഒപ്പം നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതിനും പ്രതിക്കെതിരെ 2 കേസുകൾ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പ്രതികളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. പോലീസ് ഇനി ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കാനും പോലീസ് നീക്കം നടത്തുന്നു. ഒപ്പം പ്രതികൾ താമസിച്ചിരുന്ന വീടിന്റെ തറയടക്കം പൊളിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കുകയാണ് പോലീസ്. ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ അത് നിതീഷ് എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ കട്ടപ്പന കേസിൽ ദുരൂഹതകൾ കൂടുകയാണ്. പ്രതികൾ എന്തിന് ഈ കുറ്റകൃത്യം ചെയ്തു, അവരുടെ മോട്ടീവ് എന്താണെന്നതടക്കം അറിയേണ്ടതുണ്ട്. ജയൻ എസ് രാജു തുടരുന്നു. ജയൻ, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ 2 കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതടക്കം 2 കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഈ പ്രതികൾ എന്തിനാണ് ഈ കുറ്റകൃത്യം ചെയ്തത്, എന്തായിരുന്നു അവരുടെ മോട്ടീവ് എന്നതടക്കം അറിയേണ്ടതുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ, പ്രതികരണങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉടൻ അത് സംബന്ധിച്ച് വിശദീകരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കി SP കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുമായി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. അതിനുശേഷം മാധ്യമങ്ങളോട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്ന് വിശദീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വളരെ ആകസ്മികമായി ഒരു 2 കൊലപാതകങ്ങളിലേക്ക് എത്തിയ ഒരു കേസാണ്. ഒരു മോഷണവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അന്വേഷണത്തിന് പോകുന്നത്. കട്ടപ്പന SIയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ചെല്ലുമ്പോൾ കണ്ട ആ സാഹചര്യം വെച്ച് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ നടത്തുകയും അങ്ങനെ പോലീസ് ഈ 2 കൊലപാതകങ്ങളിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടത്തിയ സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് ഈ കേസിൽ വഴിത്തിരിവായത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്തായാലും പോലീസ് അവിടെ എത്തുമ്പോൾ ആ വീടിൻ്റെ അകം ചില പൂജകൾ നടത്തുന്നതിൻ്റെയും അല്ലെങ്കിൽ സ്ഥിരമായി പൂജ നടക്കുന്നതിൻ്റെയും ഒക്കെ തെളിവുകളുണ്ടായിരുന്നു. കൂടാതെ മറ്റ് 2 മുറികളിലായി 2 സ്ത്രീകൾ ഒറ്റപ്പെട്ട് കഴിയുന്നു. ഒരു വീടിൻ്റെ തറ പുതുതായി പൊളിക്കുകയും അവിടെ പുതുതായി കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റ് അംഗങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ വിജയൻ എന്ന ഈ കേസിലെ പ്രതിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ അച്ഛൻ അയാൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകാൻ ഈ 2 സ്ത്രീകൾക്കും കഴിഞ്ഞില്ല. അതാണ് കൂടുതൽ സംശയങ്ങൾക്കിടയാക്കിയത്. ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനയിലേക്ക് പോലീസ് പോയപ്പോഴാണ് ഇത് സംബന്ധിച്ച ഒരു ചിത്രം പോലീസിന് മുന്നിൽ തെളിഞ്ഞു വന്നത്. ഈ 2 പേർ ചേർന്ന് അല്ലെങ്കിൽ വിഷ്ണുവും നിതീഷും ചേർന്ന് ഈ വിജയനെയും കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതിനുശേഷം ഈ സഹോദരി അടക്കം കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് അവരുടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറഞ്ഞത്. അവരുടെ ഇടത്ത് ഈ പ്രതികൾ പറഞ്ഞിരുന്നത് ഈ കുഞ്ഞിനെ, നവജാത ശിശുവിനെ ഗന്ധർവന് നൽകണം എന്നൊരു കാര്യമാണ് അവർ പറഞ്ഞിരുന്നത്. ഈ നിതീഷ് ഒരു ആഭിചാരക്രിയ നടത്തുന്ന ഒരാളായതുകൊണ്ട് അയാൾ പറയുന്നത് വിശ്വസിച്ച് ഈ പെൺകുട്ടി കുഞ്ഞിനെ കൈമാറുകയായിരുന്നു എന്നുള്ളതാണ്. ഈ നവജാത ശിശുവിൻ്റെ കൊലപാതകത്തിൽ വിജയൻ എന്ന ഈ പെൺകുട്ടിയുടെ കൊല്ലപ്പെട്ട ആൾക്ക് കൂടി പങ്കുണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കുകയാണ് നമ്മൾ. ശരി ജയൻ, എന്താണെങ്കിലും ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണമാണ് 2 അതിക്രൂരമായ കൊലപാതകങ്ങളുടെ ചുരുളഴിച്ചിരിക്കുന്നത്.